ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ രാത്രി. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. പ്രാർത്ഥനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്നറിയുന്നതിലുള്ള ഒരു സമാധാനം നഷ്ടമായ ഒരു അവസരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. കഴിഞ്ഞ വർഷവും ഇതേപോലെ സംഭവിച്ചു. പക്ഷെ ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം കഴിഞ്ഞ 30 വർഷമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അറിയുന്ന പലതും ഞെട്ടിക്കുന്നതാണ്. അവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് വീണ്ടും മുൻപിലെത്തുമ്പോൾ പലപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല. ഈ സഹിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലും കൗതുകം തോന്നിയ 2-3 കാര്യങ്ങൾ, നമുക്ക് നമ്മളോട് തന്നെ വിഷമം തോന്നിയ, നമ്മളെ വിഷമിപ്പിച്ച, മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ എത്താതെ പോയല്ലോ എന്ന് വിഷമം തോന്നിച്ച 1-2 സംഭവങ്ങളാണ് എന്നെ ഇത്തരത്തിലൊരു ടൈറ്റിൽ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ടൈറ്റിലിന്റെ വിഷയമല്ല സത്യത്തിൽ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ടൈറ്റിൽ ഒരു മുഖ്യ വിഷയമായിട്ട് നമ്മൾ പറയുന്നുവെങ്കിലും മറ്റേതൊക്കെയോ മൈക്കുകൾ ഓണുണ്ട്. മൈക്കുകളെല്ലാം ഒന്ന് ചെയ്ത് വെക്കാം. കൗതുകം തോന്നിച്ച 2 കാര്യങ്ങൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആനകൾ അവിടം വിട്ടുപോയി എന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ സുനാമിയുടെ കാലത്ത് ഇതുപോലെ തന്നെ കെട്ടിയിടാത്ത മൃഗങ്ങളെല്ലാം തന്നെ ഇതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആനകൾ ഇക്കാര്യം നേരത്തെ ഇറങ്ങിപ്പോയി എന്നുള്ളത് ഒരു വശം. ഇതിനിടയിൽ ചില ആനകളൊക്കെ ചത്തുപോയിട്ടുണ്ട്, ചില ജീവികളെല്ലാം പോയിട്ടുണ്ട്. എങ്കിലും ഒട്ടേറെ ജീവികൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റ് ഒരു വാർത്ത വല്ലാതെ സ്വാധീനിച്ചത്, ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും ഈ മലവെള്ളപ്പാച്ചിലിൽ നിന്നും രക്ഷപ്പെട്ട് നീന്തിയൊരിടത്ത് കയറിയപ്പോൾ അവിടെ നിൽക്കുന്നത് അവർക്ക് പരിചയമുള്ള ഒരു കാട്ടാനയും വേറെ 2 ആനകളുമാണ്. അവരുടെ മുമ്പിൽ, ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടപ്പോ ആനയെ നോക്കി ഇവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അവരുടെ ഭാഷ മനസ്സിലായിട്ടോ ഇല്ലയോ, ആ ആനകൾ കരഞ്ഞുകൊണ്ട് ഇവർക്ക് കാവൽ നിന്നു. ആനയ്ക്ക് മനസ്സിലാകുന്നത് പലതും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു വശം ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു പോവുകയാണെങ്കിൽ ഈ ജീവികളെല്ലാം തന്നെ അവരുടെ സർക്കാഡിയൻ റിഥം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ദിനരാത്രങ്ങളുടെ, ഭൂമിയുടെ ഒരു ചക്രമുണ്ടല്ലോ, ദിനരാത്രങ്ങളുടെ ഒരു ചക്രം. ആ ദിനരാത്രങ്ങളുടെ ചക്രവുമായിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവരങ്ങനെയാണ്, ചേർന്നാണ് നിൽക്കുന്നത്. ഒരു സഹജാവബോധം, അല്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായി ജനിക്കുമ്പോൾ കിട്ടിയ അവബോധമുണ്ടല്ലോ, ഈ അവബോധത്തെ പ്രകൃതിയുമായി ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. പ്രകൃതിയുമായി ചേർന്നാണ് അവർ നിൽക്കുന്നത്. അവർക്ക് വേണ്ടതേ കഴിക്കും, അവർക്ക് വേണ്ടതേ ചെയ്യും, അവർക്ക് വേണ്ടതേ അവർ സ്വീകരിക്കും. ഇതിനിടയിൽ മറ്റ് പുറത്തു നിന്നുള്ള പലതിനെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ ഉള്ള സിദ്ധി പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, പീനിയൽ ഗ്ലാൻഡാണ് നമ്മുടെ നമ്മളും നമ്മുടെ ഉപരിവ്യവസ്ഥയും നമ്മുടെ ആന്തരിക വ്യവസ്ഥയും തമ്മിലുള്ള കണക്ഷനെ നിലനിർത്തുന്ന അന്തസ്രാവ ഗ്രന്ഥി. പീനിയൽ ഗ്ലാൻഡിന്റെ അന്തസ്രാവ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ മെക്കാനിസമാണ്. അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹോർമോണുകളെയാണ്. അവയാണ് നമ്മുടെ വികാരങ്ങൾക്ക് വേണ്ടുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുന്നത്. വികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു സാഹചര്യം മുൻപിൽ ഒരുങ്ങുന്ന സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് പ്രതിനില കൊള്ളുവാനായിട്ട്, ഇപ്പോ നമുക്ക് ഒരു തീ കണ്ടു കഴിഞ്ഞാൽ തീ അപകടമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, എനിക്ക് ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണത്തോട് ആകർഷണീയത തോന്നിപ്പിക്കുന്നത്, ഭക്ഷണത്തിനോട് ഒരു അടുപ്പം തോന്നിപ്പിക്കുന്നത് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ
ഒരു കാലാവസ്ഥയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ പ്രകൃതി നൽകുന്ന ഒരു സംജ്ഞ അല്ലെങ്കിൽ ഒരു സൂചന കാണുമ്പോൾ അതിനനുസരിച്ച് പ്രതിനില കൊള്ളുവാൻ പാകത്തിൽ ശരീരത്തിനുണ്ടാകുന്ന സജ്ജീകരണം, ശരീരത്തിന്റെ കാലാവസ്ഥ, ഈ കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ഈ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ വികാരത്തിന് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, രാസപരമായ പരിണാമങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പാകത്തിലാണ് നമ്മുടെ അന്തഃസ്രാവ ഗ്രന്ഥികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അതിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ, പീനിയൽ ഗ്ലാൻഡിനെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സർക്കാരിയൻ റിഥം എന്ന് പറയുന്നത്, നമ്മുടെ അകത്തെ ജൈവ ഘടികാരം കൃത്യമായിട്ട് പ്രവർത്തിക്കും. അപ്പോ പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് ചലിക്കാൻ കഴിയും, പ്രകൃതിയുടെ ദിനരാത്രങ്ങൾക്കനുസരിച്ച് നമുക്ക് ചലിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് ഉറക്കത്തിന്റെ സമയത്ത്, ഇരുട്ട് വരുന്ന സമയത്ത് അത് ശരീരത്തിൽ വർദ്ധിക്കുകയും ഉറക്കം വരുത്തുകയും, ഇരുട്ട് പോകുന്ന സമയത്ത് അത് കുറയുകയും നമ്മൾ ഉണർവിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. ഈ ഒരു പ്രോസസ്സ് ഈ ജീവികളുടെ കാര്യത്തിൽ, ജന്തുക്കളുടെ കാര്യത്തിൽ, സസ്യങ്ങളുടെ കാര്യത്തിലൊക്കെ, സസ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ സിസ്റ്റം അല്ല ഉള്ളത്. അവയിലും ഇതേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനനുസരിച്ചാണ് ഇവയെല്ലാം തന്നെ ഉപരിവ്യവസ്ഥയുമായിട്ട്, പ്രകൃതിയുമായിട്ട്, തൽക്കാലത്തേക്ക് പ്രകൃതി എന്ന് മാത്രം എടുക്കുക. ഉപരിവ്യവസ്ഥ എന്നുള്ളതിന് ഒരുപാട് തലങ്ങളുണ്ട്, അവയുടെ ഘടനകളുണ്ട്. അവയെക്കുറിച്ചെല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പിന്നീട് പഠിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോ ഈ ഒരു ഘടികാരം, ഉയർന്ന വ്യവസ്ഥയ്ക്കകത്ത്, ഒരു വലിയ കൂടിനകത്ത് ചെറിയ കൂടായിട്ട് നിൽക്കുന്ന നമ്മൾ, ഉയർന്ന കൂടിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ ചേർത്ത് വെക്കുമ്പോഴാണ് ഉയർന്ന വ്യവസ്ഥ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ അറിയാൻ കഴിയുക. ഒരു വലിയ പൽചക്രത്തിന്റെ അകത്ത് ഒരു ചെറിയ പൽചക്രം അതിനോട് മുട്ടി നിൽക്കുകയാണെങ്കിൽ വലിയ പൽചക്രത്തിന്റെ ചലനത്തിനനുസരിച്ച് ആ ഊർജം ചെറിയ പൽചക്രം സ്വീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് സൈക്കിളിലൊക്കെ നമ്മൾ ഫ്രണ്ടിലുള്ള പൽചക്രത്തിനനുസരിച്ച് ഒരു ചെയിൻ വഴി ബാക്കിലെ പൽചക്രത്തെ ഘടിപ്പിക്കുന്ന സമയത്ത് വലിയ പൽചക്രം നമ്മൾ ചവിട്ടുമ്പോൾ ചെറിയ പൽചക്രത്തിലേക്ക് ആ ഊർജം ട്രാൻസ്മിഷൻ നടത്തിയിട്ട് അത് ചക്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് സൈക്കിൾ നീങ്ങുന്നത്. ഫ്രീ വീൽ പോയ അല്ലെങ്കിൽ ചെയിൻ ലൂസായ ഒരു സൈക്കിളിൽ ഈ ഒരു പ്രവർത്തനം നടക്കില്ല. അങ്ങനെ ഒരു സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ചവിട്ടൽ മാത്രം നടക്കും, വണ്ടി നീങ്ങില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള വ്യവസ്ഥാ വിനിമയങ്ങൾ. അതായത് എന്റെ പുറത്ത് നടക്കുന്നതിനനുസരിച്ച് എന്റെ ശരീരത്തിൽ എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള വ്യക്തിയിലും എന്റെ വ്യക്തിത്വത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിനനുസരിച്ച് എന്റെ അകത്ത്, എന്റെ ആന്തരിക അവയവങ്ങളിലും ഒക്കെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കേണ്ടത്. അതായത് ഭൂമി ഉറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി മൊത്തത്തിൽ ഉറങ്ങുന്നില്ല എന്നുള്ള ചോദ്യമൊന്നും ആവശ്യമില്ല. നമുക്ക് അറിയാം ഇത് ഒരു ഭാഗം ഉറങ്ങും ഒരു ഭാഗം ഉണർന്നിരിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുന്ന പരിസ്ഥിതി, ഉറങ്ങുന്ന സമയത്ത് നമുക്കുറക്കം വരുന്നതിനനുസരിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഉറങ്ങുന്നത്, അപ്പോൾ ഇവയെല്ലാം തമ്മിൽ സുതാര്യമാകുന്നത്, ഈ ഒരു സുതാര്യാവസ്ഥ ഉണ്ടാകുന്നത് ഇവയെല്ലാം തമ്മിലുള്ള കൃത്യമായ ചേർന്ന പ്രവർത്തനത്തിലാണ്. ഈ പൽചക്രങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ഊർജം ഉള്ളിലേക്ക് വരുന്നതും ഉള്ളിലത്തെ വലിവൊക്കെ പുറത്തേക്ക് വരുന്നു, ഉള്ളിൽ ആവശ്യമുള്ള ഊർജം എന്താണെന്ന് പുറത്തേക്ക് അറിയുകയും ചെയ്യുന്ന ആ ഒരു ക്രമീകരണമുണ്ടല്ലോ. ഇതുപോലെ ജൈവ ഘടികാരത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം നടക്കുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഈ ഒരു പിനിയൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഇതിനിടയ്ക്ക് യുക്തിയും യന്ത്രങ്ങളും യന്ത്ര സജ്ജീകരണങ്ങളും അനുചിതമായ പ്രകാശവും അനുചിതമായ മറ്റു സാന്നിധ്യങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ ഈ സിസ്റ്റം തകരാറിലാവും. ഇത് ജീവികളിലും ഉണ്ടാകുന്നുണ്ട്. കാട്ടിനകത്ത് ജീവിക്കുമ്പോൾ ഇത്രയും സ്വാധീനമില്ല എന്ന് മാത്രം. നമ്മൾ ലോകമെമ്പാടും ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതുവഴി നമ്മൾ വിനിമയം നടത്തുന്ന സമയത്ത് ഇവയെല്ലാം തന്നെ നമ്മുടെ ആ പൊതുവ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് യന്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ചിന്തകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടേറെ സങ്കേതങ്ങൾ, ഒരു സാധാരണ ജീവിക്ക് ആവശ്യമുള്ളതിലും കവിഞ്ഞ് ഒട്ടേറെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് നമ്മുടെ ബാഹ്യവ്യവസ്ഥയിലും ആന്തരിക വ്യവസ്ഥയിലുമുള്ള കാര്യങ്ങളുമായിട്ട് ക്രമപ്പെട്ടു പോകാൻ, ശുദ്ധമായ ജൈവികതയുമായിട്ട് ക്രമപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ കൃത്രിമമായി പോയത് കൊണ്ട് പലപ്പോഴും ഈ ഒരു വിനിമയം സാധ്യമാകാതെ പോകും. അതുകൊണ്ടാണ് പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഈ തടസ്സം ഉണ്ടാകാത്ത ജീവികളിൽ പ്രവർത്തിക്കുകയും നമ്മളിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതൊരു സൂചനയാണ്. നമ്മൾ യാന്ത്രികമായി പോയതിന്റെ, നമ്മൾ പ്രകൃതിയുമായി
ഭേദത്തിലായ അല്ലെങ്കിൽ എന്താ പറയുക അതിൽ നിന്ന് വിഭജിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് പ്രകൃതിയുമായി ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ, പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കണം. ഇത് നമ്മൾ ഇന്ന് നൽകിയ ഇന്നത്തെ സെഷന് നൽകിയ ടൈറ്റിലിനെ കുറിച്ചുള്ള വിശദീകരണം മാത്രമാണ്. പക്ഷെ അവിടം കൊണ്ട് നമ്മുടെ പ്രശ്നം തീരുന്നുണ്ട്. നമ്മൾ പറയുന്ന ഈ നമ്മൾ അനുഭവിച്ച ഈ പ്രളയം എന്നുള്ള അവസ്ഥ, ഈ അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തന്നത് എന്താണ്? സത്യത്തിൽ ഈ കർമ്മദോഷം എന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്നു, ആ പ്രവർത്തനം ചെയ്തതിന്റെ തിക്തഫലങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഒരാള് ഭക്ഷണത്തില് അനുചിതമായ വസ്തുക്കളെല്ലാം ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അയാളുടെ സിസ്റ്റം താറുമാറാവും. അയാളുടെ പാൻക്രിയാസ് തകരാറിലാവും, ലിവർ തകരാറിലാവും, കിഡ്നി തകരാറിലാവും, ശരീരത്തിലെ പല ഭാഗങ്ങൾ തകരാറാവും, ഹൃദയം തകരാറും ഒക്കെ ക്രമമായിട്ട് ഇങ്ങനെ ഓരോന്ന് നിന്ന് പോകും. അപ്പോ നമ്മൾ പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വ്യവസ്ഥയെ അനുചിതമായി ഉപയോഗിച്ചാൽ, അധികമായി ഉപയോഗിച്ചാൽ, ക്രമം തെറ്റിച്ചാൽ, അവ തമ്മിലുള്ള ബന്ധത്തെ ഭേദിച്ചാൽ ഒക്കെ ഓരോന്നായിട്ട് പിന്നെ തകരാറിലായി തുടങ്ങും. പിന്നെ വരുന്നത് അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യുന്ന, നമ്മൾ ഒരിക്കൽ ചെയ്ത ആ കർമ്മമാണ് പിന്നീട് അത് കർമ്മഫലം, കർമ്മബാധ്യത എന്ന രീതിയിൽ പിന്നീട് വന്നു ചേരുന്നു. അത് നമ്മൾ അനുഭവിക്കാതെ വഴിയിൽ. ഇത് പ്രകൃതിയുടെ ഒരു മൊത്തം വ്യവസ്ഥയുടെ ഭാഗമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഞാനിപ്പോ പറഞ്ഞത്, ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത് സാങ്കേതികമായി, ഭൗതികമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പ്രാതിഭാസികമായിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രാതിഭാസികതയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സത്ത എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഞാനെന്നുള്ള ജീവി എന്റെ ശരീരം മാത്രമല്ല, എന്റെ ശരീരത്തെ ഇങ്ങനെ ആക്കി രൂപീകരിച്ച ജീവനും കൂടെ ചേർന്നതാണ്. ജീവൻ മാത്രമല്ല, എന്തിനാണോ ഈ ശരീരം ഉണ്ടായത് അതിനൊരു ധർമ്മമുണ്ട്. ഈ ധർമ്മത്തെ നടപ്പിലാക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഈ ധർമ്മവ്യവസ്ഥ നടപ്പിലാക്കുന്ന ആസൂത്രണ സംവിധാനത്തിനാണ് മനസ്സെന്ന് പറയുക. ഈ മനസ്സെന്ന് മാത്രമല്ല, മനസ്സ് എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ പ്രാദേശികമായിട്ടുള്ള അനുരൂപനവുമായിട്ട്, പ്രാദേശികമായിട്ടുള്ള പൊരുത്തവുമായി ബന്ധപ്പെട്ടാണ് അതിനെ നമ്മൾ ജ്ഞാനം എന്ന് പറയുക. ഈ ജ്ഞാനം നടപ്പിലാകണമെങ്കിൽ അത് എവിടെ നടപ്പിലാക്കണം, എത്ര നടപ്പിലാക്കണം എന്നുള്ളത് നടപ്പിലാക്കാൻ ഒരു നടപ്പിലാക്കൽ സംവിധാനമുണ്ട്. അതിനൊരു ശക്തിയുടെ സംവിധാനമുണ്ട്. അതിനാണ് ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ മൗലികമായിട്ടുള്ള പാരസ്പര്യം എന്ന് പറയുക. അതിനെ മൗലിക പാരസ്പര്യത്തിന്റെ നടപ്പിലാക്കലിനുള്ള ശേഷിയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുക. അങ്ങനെ ശരീരം, ജീവൻ, മനസ്സ്, ജ്ഞാനം, ചൈതന്യം എന്ന് പറയുന്ന 5 രൂപത്തിലും കൂടെ ചേർന്നിട്ടാണ് ഒരു സത്ത ഉണ്ടാകുന്നത്. ജ്ഞാനെന്നുള്ളത് ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഭൂമി ഉണ്ടാകുന്നത് അങ്ങനെയാണ്, പരിസ്ഥിതി ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഒരു സ്ഥലം ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഒരു വസ്തു ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇവയെല്ലാം ഈ 5 രൂപങ്ങളും കൂടെ ചേർന്നതാണ്. ഇതിൽ ഭൗതിക രൂപത്തെ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യത്തെ അളക്കാൻ കഴിയില്ല. അളക്കുന്നത് മൗഢ്യമാണ്. ഇവിടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ ക്ഷണിച്ചു വരുത്തിയത് എങ്ങനെയാണ്? ഇതിനെ കേവലമായിട്ടുള്ള ഒരു സാങ്കേതികതയിൽ നമ്മൾ പറയുകയാണെങ്കിലും പ്രകൃതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ചാക്രികമായി സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടാകേണ്ടത്. ചാക്രികമായി സംഭവിക്കുന്ന ആ കാര്യങ്ങളെ മറികടന്ന് നമ്മൾ ചില മാറ്റങ്ങളും, ചാക്രികമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രവർത്തന രീതിയുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു വാച്ച് എടുക്കുന്നു, ആ വാച്ച് കീ കൊടുക്കുന്നതാണ്. കീ കൊടുക്കുന്ന സമയത്ത് ആ കീ തീരുന്നത് വരെ പ്രവർത്തിക്കും. വീണ്ടും അത് കഴിയുമ്പോൾ വീണ്ടും കീ കൊടുക്കുക, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഓട്ടോമാറ്റിക് വാച്ച് ആണെങ്കിൽ അതിന്റെ ചലനത്തിനനുസരിച്ച് ഊർജ്ജം സ്വീകരിച്ച് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു ചലനം അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ചലനത്തിനിടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി, ഒരു കൃത്രിമമായിട്ടുള്ള ഒരു വസ്തുവിനെ അതിനകത്തേക്ക് ഇട്ടാൽ ഈ ചാക്രിക ക്രമത്തിന് മാറ്റം വരികയും ഈ വട്ടത്തിൽ ഓടുന്നതിന് പകരം നീളത്തിൽ ഓടാൻ തുടങ്ങുകയും ചെയ്യും. നമ്മളൊരു കല്ലിൽ കയറ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊരു പ്രവണത ഉണ്ടാവും വെളിയിൽ പോകാൻ. ആ പ്രവണതയിൽ നിന്നാണ് ഇത് വലിഞ്ഞു നിൽക്കുന്ന, കയർ വലിഞ്ഞു നിൽക്കുന്ന ആ ഒരു സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഉണ്ടാവുക. അതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വട്ടം എന്നുള്ള അവസ്ഥ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. എന്നാൽ നമ്മൾ ഇതിങ്ങനെ കറക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഭാരത്തിനും അതീതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇതിനെ താങ്ങാവുന്ന, ഈ കയറിന് താങ്ങാവുന്നതിന് അതീതമായിട്ടുള്ള ഒരു ഭാരം ഉണ്ടാവുകയും ഈ ചരട് ഇടയ്ക്കിടയ്ക്ക് വല്ലവിടെ മുട്ടുകയോ ചെയ്തെങ്കിൽ പതുക്കെ ബലം കുറഞ്ഞ് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ കല്ലെന്ന് പറയുന്നത് ഈ കറങ്ങുന്നതിന്റെ ടാൻജന്റ് ലൈനിൽ കൂടെ വെളിയിലേക്ക് തെറിച്ചു പോകും. അപ്പോ ഇതിങ്ങനെ ചാക്രികത എന്നുള്ളതിനകത്തേക്ക് കൃത്രിമമായിട്ട് എന്തെങ്കിലും വന്നു കയറിയാൽ അതിന് വഴിതിരിവ് അല്ലെങ്കിൽ വിഭ്രംശം ഉണ്ടാകും. ഈ വിഭ്രംശം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ലോജിക് അല്ലെങ്കിൽ യുക്തി എന്ന് പറയുക. ഇത് ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ ഉണ്ടാക്കും. ഒരു ജർമ്മേനിയത്തിനകത്തോ സിലിക്കനകത്തോ നമ്മൾ ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്
ചാലകമല്ലാത്ത അജാലകം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും അത് അർത്ഥജാലകം എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ചാക്രികമായി നടക്കുന്ന സംഭവങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ കൃത്രിമമായ പലതിനെയും നിക്ഷേപിച്ചു കൊണ്ടേയിരുന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഇതിന് ആ ചാക്രികത വിട്ട് അത് മറ്റൊരു വഴിയിലേക്ക് തിരിയും. അപ്പോ നമ്മൾ സിക്ലിക്കലായിട്ടുള്ള ചാക്രികമായിട്ടുള്ള ചലനങ്ങൾക്ക് പകരം അതിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റത്തിലേക്ക് അത് വരും, ഒരു ഘടനാപരമായ മാറ്റത്തിലേക്ക് വരും. അപ്പൊ പിന്നെ വട്ടത്തിൽ തന്നെ ചലിക്കണം എന്നൊന്നുമില്ല, അത് വേറൊരു വഴിക്ക് ചലിച്ചു വരും. ഈ ചലനം വട്ടത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്തെ ജീവികൾക്കോ അതിനകത്തെ സംവിധാനങ്ങൾക്കോ മനസ്സിലാവില്ല. ഭൂമി ഒരു ചാക്രികതയുള്ള ഒരു ജൈവ സംവിധാനമാണ്. ആ ജൈവ സംവിധാനത്തിനകത്ത് എല്ലാം ചാക്രികമായി തന്നെയാണ് സംഭവിക്കുന്നത്. പ്രപഞ്ചം മുതൽ ഗാലക്സികൾ മുതൽ മറ്റേ സൗരയൂഥം മുതൽ ഭൂമി മുതൽ നമ്മുടെ ജീവജാലങ്ങൾ മുതൽ ജീവികൾ, ജീവശരീരം, അതിനകത്തെ കലകൾ, കോശങ്ങൾ എല്ലാം ചാക്രികമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിനകത്തേക്കാണ് നമ്മൾ കൃത്രിമമായിട്ടുള്ള പലതും, കൃത്രിമമായിട്ടുള്ള ചിന്തകൾ, കൃത്രിമമായിട്ടുള്ള വസ്തുക്കൾ, കൃത്രിമമായിട്ടുള്ള പ്രയോഗങ്ങൾ, കൃത്രിമമായിട്ടുള്ള ഉപയോഗങ്ങൾ, കൃത്രിമമായിട്ടുള്ള മണ്ഡലങ്ങൾ, കൃത്രിമമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നത്. ഈ കൃത്രിമത്വം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ചാക്രികതയുടെ, ഒരു നവചാക്രികതയുടെ, ആ നവചാക്രികതയെ ലോകത്തെ പുതുതായിട്ട് രചിക്കുന്നവർ പറയുന്നത് ന്യൂ നോർമൽ എന്നാണ്. ആ ന്യൂ നോർമൽ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. കടലിലെ വെള്ളം വേനൽ വരുമ്പോ സൂര്യൻ, നമ്മള് ഭൂമധ്യരേഖയുടെ അടുത്ത് സൂര്യൻ എത്തുന്ന സമയത്ത്, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ചൂട് കൂടും. ചൂട് കൂടുന്ന സമയത്ത് കടലിലെ വെള്ളം ഒരു 25 ഡിഗ്രിയുടെ മുകളിലേക്ക് എത്തുമ്പോൾ അതിങ്ങനെ ആവിയായി മുകളിലേക്ക് പോകും. അതിങ്ങനെ അന്തരീക്ഷത്തില് ആവിയായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ മേഘങ്ങൾ നമ്മുടെ ചില പ്രത്യേക കാലാവസ്ഥകൾ എത്തുമ്പോൾ അവയെ ഒഴുകി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അനുസരിച്ച് പശ്ചിമഘട്ടത്തിൽ വന്ന് തട്ടും. അല്ലെങ്കിൽ അത് അറബിക്കടലിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ ബംഗാൾ ഉൾക്കടലിൽ നിന്നുണ്ടാവും. അത് ഇവിടെ വന്ന് തട്ടുന്നു. തട്ടിക്കഴിഞ്ഞിട്ട് അത് ഘനീഭവിക്കുന്നു, അത് മഴയായിട്ട് വരും. അത് കഴിയുമ്പോൾ പെയ്തൊഴിയുന്ന സമയത്ത് ഇവയെല്ലാം പോകും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ചക്രത്തിലേക്ക് പോകും. ഇതിങ്ങനെ നമ്മൾ എന്താ പറയാ, ഞാറ്റുവേലകൾ എന്നുള്ള പേരിൽ നമ്മുടെ കാർഷിക സംസ്കാരമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഞാറ്റുവേലകളിലാണ്. ഞാറ്റുവേലകളുമായി ബന്ധപ്പെട്ട് ഈ ചാക്രികത തുടർന്നുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ജീവിച്ചു പോരും. അപ്പോൾ ഇത്രയേറെ വർഷങ്ങളായിട്ട് ജീവിച്ചു പോരുന്ന നമുക്ക് ഈ ചാക്രികതയിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ലോകത്തെ രചിക്കാനായിട്ട് വികസനത്തിന്റെ പേരിലും പുതിയ സംസ്കാരത്തെ നിലനിർത്തുന്നതിന്റെ പേരിലും ആരുടെയൊക്കെയോ ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കാൻ, ആരുടെയൊക്കെയോ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ നമ്മളെ കരുവാക്കി, നമ്മളെ വിഭജിച്ച്, നമ്മുടെ സംസ്കാരത്തിൽ നമ്മളെ പറിച്ചെടുത്ത് വിദ്യാഭ്യാസം നൽകി മറ്റൊന്നാക്കി മാറ്റിയപ്പോ നമ്മൾ തൊഴിൽ സംസ്കാരത്തിനകത്തൂടെ ആരുടെയൊക്കെയോ ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കാൻ വേണ്ടി ചട്ടുകങ്ങളായി കഴിഞ്ഞപ്പോ നമ്മൾ ഇതെല്ലാം മറന്ന്, നമ്മുടെ സംസ്കാരത്തെ മറന്ന്, നമ്മുടെ ചാക്രികതയെ മറന്ന് പുതിയ ക്രമത്തിലേക്ക് നമ്മൾ കയറി. ആ പുതിയ ക്രമത്തിലേക്ക് കയറിയപ്പോൾ നമ്മൾ എന്തുപയോഗിക്കുന്നതിനും പ്രത്യേകിച്ച് പരിധികളില്ലാതെയായി തീർന്നു. അങ്ങനെ പരിധികളില്ലാതായി തീർന്നപ്പോൾ ഈ ഇൻഡസ്ട്രി ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കേണ്ടത് ഒരു വ്യവസ്ഥയുടെ ആവശ്യമായിട്ട് മാറി. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം ഉൽപ്പാദിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുന്നു എന്ന സത്യത്തെ മറന്ന് നമുക്ക് വേണ്ടതെല്ലാം കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതാണ്, ഉൽപാദനമാണ് ജീവിതം, ആ ഉൽപാദനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവൽ വ്യവസ്ഥയാണ് ഇവിടെ വേണ്ടത് എന്ന പുതിയ സംസ്കാരം നമ്മളെ ബോധിപ്പിച്ചപ്പോ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഉൽപാദനത്തിന് വേണ്ടി കമ്പനികൾ ഉണ്ടാക്കി, ഫാക്ടറികൾ ഉണ്ടാക്കി, ഉൽപാദന യന്ത്രങ്ങൾ ഉണ്ടാക്കി, ഉൽപാദന വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പരിണത ഫലം എന്താണ്? ഒന്ന്, നമ്മൾ പ്രകൃതിയിലെ വിഭവങ്ങളെ നേരിട്ട് സ്വീകരിക്കുന്നതിന് പകരം പ്രകൃതിയിലെ വിഭവങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് നമ്മൾ സ്വീകരിച്ച് മൂല്യവർദ്ധിതങ്ങളാക്കാൻ വേണ്ടി, മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രകൃതിയിൽ തന്നെ മറ്റു പലതിനെയും ഉപയോഗിച്ച് ഊർജോൽപാദനം നടത്തി ഈ മൂല്യവർദ്ധനം നടത്തുന്ന സമയത്തെല്ലാം തന്നെ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ വളരെ വലുതാണ്. അതിലെ പ്രധാനപ്പെട്ട ആഘാതം എന്ന് പറയുന്ന ഒന്ന്, അത് പുറപ്പെടുവിക്കുന്ന ചൂടാണ്. മറ്റു ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒട്ടേറെ ഇപ്പൊ നമ്മള് ഒരു മുട്ടുസൂചി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ മുട്ടുസൂചി എന്നുള്ളത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇരുമ്പ് ഉണ്ടാകണമെങ്കിൽ അതിന് അയിര് വേണം. ഈ അയിര് എന്ന് പറയുന്നത് മല ഇടിച്ച് ഉണ്ടാക്കുന്നതാണ്. ഈ അയിരിനെ ഇടിക്കണമെങ്കിൽ അതിന് ഇടിക്കാൻ പാകത്തിലുള്ള വൻ സംവിധാനങ്ങൾ വേണം. ഈ പൊടിച്ചെടുക്കുന്ന ഈ പാറയെ അല്ലെങ്കിൽ ഇടിച്ചെടുക്കുന്ന പാറയെ പൊടിച്ചെടുക്കണമെങ്കിൽ അതിന് വൻ യന്ത്രങ്ങൾ വേണം. ഈ വൻ യന്ത്രങ്ങൾ ചലിപ്പിക്കണമെങ്കിൽ വൻ ഊർജം വേണം. അതിന് വലിയ ഊർജോൽപാദനം വേണം. ചെറിയ ഊർജോൽപാദനം കൊണ്ട് അത് നടക്കില്ല. അപ്പൊ അത് നടപ്പിലാക്കാൻ വൻ ഡാമുകൾ വേണം. അപ്പോൾ വൻ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാക്കുന്ന സംവിധാനങ്ങൾ വേണം. ഈ സംവിധാനങ്ങളെ എല്ലാം
പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത്രയും വലിയൊരു നിക്ഷേപം നടത്തണം. നിക്ഷേപം നടത്തണമെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റോ ഒരു വലിയ ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റോ വേണം. ഒരു മൊട്ടുസൂചി ഉണ്ടാക്കുന്ന കാര്യത്തിനാണ് ഇത്രയേറെ വിപുലമായൊരു സംവിധാനം വേണ്ടത്. ഇവയെല്ലാം കൂടെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണ്. എത്രയോ ജീവജാലങ്ങളുടെ ജീവാവകാശത്തെ ഹനിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുമാത്രമോ, എത്രയോ ഏറെ പാരിസ്ഥിതിക തുലനത ഈ ഡാമുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ഇൻഡസ്ട്രിയും പാരിസ്ഥിതിക തുലനത നഷ്ടപ്പെടുത്തുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മറ്റൊരു മുഖമാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന രീതിയിലുള്ള ഊഷ്മാവ് എന്നുള്ളത്. ഈ ഊഷ്മാവ് എന്നുള്ളത് ഹരിത ഗൃഹവാതകങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയാകുന്ന ജീവിയുടെ ശരീരത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കൂടി ഭൂമിക്ക് പനി വരാൻ തുടങ്ങി. ഭൂമിക്ക് പനി വരാൻ തുടങ്ങിയപ്പോ അന്തരീക്ഷ ഊഷ്മാവ് നേരത്തെയൊക്കെ ചൂടിയ ഏറ്റവും കൂടിയ താപനില എന്നൊക്കെ പറയുന്നത് 25 ഡിഗ്രി ഒക്കെ ആയിരുന്നു കടലിന്റെ ഭാഗത്ത്, അറബിക്കടലിലൊക്കെ. അത് കൂടി 28 അങ്ങനെ കൂടി 30 എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ആവിയായി ഉയരുന്നതിന്റെ അളവ് വളരെ കൂടിക്കഴിഞ്ഞപ്പോ അന്തരീക്ഷത്തിലെ ആവിയുടെ അളവ് കൂടി, ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടി. അതിനൊപ്പം തന്നെ സമുദ്രജല പ്രവാഹങ്ങളുടെ ഘടനയിൽ മാറ്റം വരുന്നു, എൽനിനോ ഒക്കെ ഉണ്ടായി. ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ആ ചാക്രിക ക്രമമുണ്ടല്ലോ, നമ്മൾ കയറ് ചുറ്റി വലിക്കുന്ന സമയത്തുണ്ടായ ആ ഒരു സുഗമമായ ഒരു ഒഴുക്കുണ്ടല്ലോ, ഇത് നഷ്ടപ്പെട്ടിട്ട് ഇത് പുതിയൊരു വഴിക്ക് തിരിയാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് എല്ലാ നൂറ്റാണ്ടിലും സംഭവിക്കുകയും അപ്പോഴെല്ലാം അതങ്ങനെ ഒരിക്കൽ സംഭവിച്ച് തീർത്ത് അത് ബാലൻസ് ചെയ്ത് പോയിരുന്ന ഒരു ഘടനയ്ക്ക് പകരം ഇത് ഘടനാപരമായ ഒരു മാറ്റമായിട്ടുണ്ടായിട്ട് അത് നമ്മുടെ ഉള്ളിൽ നിരന്തരം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേർന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മേഘവിസ്ഫോടനം എന്നുള്ളൊരവസ്ഥ നമുക്കുണ്ടാകുന്നത്. അത് അത്രയും ഉയർന്ന അളവിൽ മഴ പെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ 10-15 കിലോമീറ്ററുള്ള ഘനമേഘങ്ങൾ അവ നിപ്പിൽ പെയ്തൊഴിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവയെ താങ്ങാൻ നമ്മുടെ മണ്ണിന് കഴിയില്ല. മണ്ണിന് കഴിയാത്തതിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മണ്ണിന്റെ ജൈവാംശം എന്ന് പറയുന്നത് ഒരു ടണ്ണിന് ഏതാണ്ട് ഒരു 7 കിലോ 8 കിലോ ജൈവാംശം എന്നുള്ള രൂപത്തിലാണ് ഭൂമിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അത്ര ഇതൊക്കെ ശാസ്ത്രകാരന്മാര് പറയുന്ന ഓരോ ഡേറ്റയാണ്. ഇപ്പൊ അത് 0.8 വന്നിരിക്കുന്നു. അപ്പോ ഭൂമിയിൽ ജലാംശത്തെ പിടിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങൾ കുറഞ്ഞു. ഭൂമിയുടെ ഉപരിതലം നമ്മൾ മണ്ണിട്ട് മൂടി, വെള്ളം ഒഴുകുന്ന വഴികളെല്ലാം നമ്മൾ മതിൽ കെട്ടി തീർത്തു, അവിടെയെല്ലാം ചെക്ക് ഡാമുകൾ കെട്ടി. ഈ വെള്ളം ഒഴുകാത്ത കാലങ്ങളിൽ ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ചിട്ട് അവിടെ കൃഷി ചെയ്യാനും കെട്ടിടം കെട്ടാനും തുടങ്ങി. ഇങ്ങനെ വഴികളെല്ലാം ജലത്തിന്റെ സ്വാഭാവികമായുള്ള ചാക്രികതയെ തടസ്സം വരുത്തുന്ന ഒരുപാട് നിർമ്മിതികൾ നമ്മൾ ഉണ്ടാക്കി. ഇതിന്റെ ഇടയിൽ ഈ മേഘവിസ്ഫോടനം വരുന്നു, ജൈവാംശം കുറയുന്നു, മരങ്ങളില്ലാതെയാകുന്നു, പിടിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെയാകുന്നു. ഇതെല്ലാം കൂടെ എങ്ങ് പോരും, നമ്മൾ അനുഭവിക്കുക. ഇതൊരു നിരന്തര പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ഇതിനുള്ള പരിഹാരം എങ്ങനെയായിരിക്കും എന്നുള്ളത് 2-3 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 4-5 കൊല്ലം മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ്. 2 കൊല്ലം ലോകം ഭരിക്കുന്നവർ നമ്മളെ ഒന്ന് പൂട്ടിയിട്ടു. കൊറോണയുടെ പേരും പറഞ്ഞിട്ട് പേടിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ പൂട്ടിയിട്ടത്. പക്ഷെ അങ്ങനെ പൂട്ടിയിട്ടപ്പോ നിന്നു പോയിരുന്ന പല ജീവൽ പ്രവർത്തനങ്ങളും ഭൂമിയിൽ തനിയെ ഉണ്ടാകാൻ തുടങ്ങി. നദികളൊക്കെ ശുദ്ധമാകാൻ തുടങ്ങി. പല നദികളിലും ഒഴിഞ്ഞു പോയിരുന്ന ജീവജാലങ്ങളെല്ലാം പിന്നീട് വരാൻ തുടങ്ങി. പലയിടത്തും നദികളിൽ ഡോൾഫിനുകൾ വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രദേശത്ത് തന്നെ എത്രയോ പുതിയതല്ല, പഴയ നഷ്ടപ്പെട്ടു പോയ പല സസ്യവർഗങ്ങളും ജീവജാലങ്ങളും വീണ്ടും കാണാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു പരിവർത്തനം സാധ്യമാണ് നമ്മൾ മൂടിക്കെട്ടിയിരുന്നാൽ എന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മുഴുവൻ മൂടിക്കെട്ടിയോ ഇല്ല, ഈ പൊതുജനത്തിന്റെ ഒഴുക്കിനെ മാത്രമാണ് നമ്മൾ തടഞ്ഞത്. ബാക്കി ഉൽപാദന പ്രക്രിയയിലും വലിയ മാറ്റം വന്നില്ല. എല്ലാം ഒന്ന് കുറഞ്ഞു എന്ന് മാത്രം. ഒന്ന് കുറച്ചപ്പോൾ തന്നെ ഇത്രയേറെ മാറ്റം വരികയാണെങ്കിൽ ഇനി ഇതിനെയെല്ലാം ക്രമീകരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മൊത്തത്തിൽ അങ്ങ് പൂട്ടിയിട്ടാൽ മതി. ഒരു 25 കൊല്ലം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭൂമി പഴയപടിയാവും. കാരണം ഭൂമി ഒരു ജൈവസത്തയാണ്. ഭൂമിക്ക് റെസിലിയൻസ് എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. എല്ലാ ജൈവസത്തകൾക്കും അവയുടെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുവാനുള്ള ഒരു ഊർജം അതിനകത്ത് ലീനമാണ്. അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രവർത്തന പ്രക്ഷുബ്ധതയിൽ അതിന് എക്സർജി എന്നുള്ള ഊർജം കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വരികയും എപ്പോഴാണ് പ്രവർത്തനം നിർത്തിവെക്കുന്നത് അപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ
കഴിയുകയും ചെയ്യുന്നതാണ് തെർമോഡൈനാമിക്സ് പറയുന്നത്. നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ തീ കെടുത്തിയാൽ ആ വെള്ളം വീണ്ടും താഴോട്ട് വന്നിട്ട് അത് സാധാരണ രീതിയിൽ പഴയ രീതിയിലായിത്തീരുമല്ലോ. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ജൈവ സംവിധാനങ്ങളിലുണ്ട്. ഭൂമി ഒരു മഹാജൈവ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പുനഃക്രമീകരിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും നിർത്തിവെക്കണം. പക്ഷെ നമ്മൾ ആരാണ് നിർത്താൻ നമ്മൾ തയ്യാറാവുക? നമുക്ക് മറ്റു പലതിലുമാണ്. ഇപ്പോഴും നോക്കിക്കോളൂ, ഈ ഒരു പ്രളയ ദുരന്തം കഴിഞ്ഞ തവണ വന്നപ്പോഴും അതിനു മുമ്പ് വന്നപ്പോഴും കഴിഞ്ഞ വർഷം പുത്തുമലയിൽ ഇതുണ്ടായപ്പോഴും ഈ വർഷം ഉണ്ടായപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും മാറ്റം വരുത്തേണ്ടതായില്ല. നമ്മൾ കുറച്ച് കണ്ണീരൊരുക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, കുറെ ചാനലുകാർ ഇത് വെച്ചിട്ട് പുതിയ വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ മാറ്റം വരുത്താൻ തയ്യാറല്ല. സത്യമായിട്ടും നമ്മളിപ്പോ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഓടിക്കൂടിയ രക്ഷാപ്രവർത്തകരെ നമിക്കുക തന്നെ വേണം. അവരോട് ആദരവ് പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പ്രശ്നം വരുമ്പോൾ മാത്രം ഓടിക്കൂടിയിട്ട് എന്താണ് കാര്യം? പ്രശ്നം വരുമെന്ന് അറിയുമ്പോൾ അതിനുള്ള ഭേദങ്ങൾ ഉണ്ടാക്കുകയല്ലേ, വഴിമാറ്റങ്ങൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? അത് തന്നെയാണ് വേണ്ടതെന്ന് വിശ്വസിച്ചുകൊണ്ട് 1981 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങൾ 1986 നമ്മൾ ഇങ്ങനെ ഒരു പുതിയ ജീവിത വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അത് പ്രായോഗികമാക്കാൻ നമ്മൾ കുറെ സമയമെടുത്തു. 91 ലോകം പുതിയൊരു വഴിക്ക് തിരിയുന്നതിനെ കുറിച്ചുള്ള കഥകൾ ഞങ്ങൾ അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് 94 നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കമ്മ്യൂൺ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും ആളുകൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. നമ്മൾ ഓടിക്കൂടുന്നത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പ്രശ്നങ്ങൾ ഒരു നിരന്തര പ്രക്രിയയായി മാറുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ പശ്ചാത്തലം മാറുമ്പോൾ, ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത് കേരളത്തിന്റെ ഒരു വിശേഷ ഘടന പ്രകാരം ഇവിടെ വളരെ കൂടുതൽ അത് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഏത് സ്ഥലവും സേഫ് അല്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടാവാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, അതുപോലെ തന്നെ ഭൂകമ്പം ഉണ്ടാകാം, ഉരുൾപൊട്ടൽ ഉണ്ടാകാം, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന അവസ്ഥ വരാം. ഇപ്പോ മുല്ലപ്പെരിയാറിന്റെ കാര്യം ഒരു വല്ലാത്ത ഭീഷണിയിലാണ് നിൽക്കുന്നത്. അതിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ തന്നെ ഇക്കോണമി തകരാറിലാവും. ഇവിടെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന മുഴുവൻ പേരുടെയും ജീവിതാവസ്ഥ തന്നെ തകരാറിലാവും. ഇത്രയേറെ പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇതിനൊരു പരിഹാരം വേണമെന്ന് ആലോചിക്കാനുള്ള ഒരു വഴി പോലും ഇല്ല. ഇവിടെയാണ് നമ്മൾ ഇന്ന് മുൻപോട്ട് വെച്ച ഈ വിഷയം പ്രസക്തമാകുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ ആദികാരണവും പരമ പരിഹാരങ്ങളും. അപ്പോ ആദികാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത് ഈ നമ്മൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന്റെ അകത്തേക്ക് പോയതാണ് പ്രശ്നം. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? കാലങ്ങളായിട്ട്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഓരോ ജീവിയും നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഗോത്രങ്ങളിൽ ഒതുങ്ങി ജീവിക്കുകയും കുറച്ചുപേർ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്ത ആളുകളുടെ വലിയ രൂപങ്ങളാണ് ഇന്ന് അധിനിവേശ സമ്പ്രദായങ്ങളായിട്ട് ലോകമെമ്പാടും വ്യാപിച്ചിട്ടുള്ളത്. അത് ബിസിനസ് എക്സ്പോഷേഴ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അതെന്തോ വലിയ വിശിഷ്ടമായ ഒരു കാര്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് അതിനെ പ്രഘോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കളെയും അതേ സിസ്റ്റത്തിലേക്ക് കയറ്റിവിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രാദേശികമായിട്ട് നമ്മൾ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നമുക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന് പ്രകൃതി കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മിക്കവർക്കും അറിയില്ല. അതിനെ അഥവാ അറിഞ്ഞാൽ തന്നെ ആരും ഒന്നും മിണ്ടുകയില്ല. നമുക്ക് ഇവിടത്തെ പരിസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇവിടുത്തെ പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട്, ഇവിടുത്തെ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടുന്നവയെ ഇവിടെ നിന്നും കണ്ടെത്തിക്കൊണ്ട്, ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അവിടെ നിന്നും കണ്ടെത്തിക്കൊണ്ട്, കാരണം പ്രകൃതിയിൽ അതെല്ലാം ഉണ്ട്, അനുകൂല പശ്ചാത്തലം ഉണ്ടാക്കിയാൽ മാത്രം മതി. അവയെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് പ്രാദേശിക വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ലോക്കലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. ഗ്ലോബലൈസ്ഡ് ആയിട്ട് ജീവിക്കണമെന്ന് നമ്മുടെ ചിന്ത, സ്വപ്നം. ലോക സർക്കാർ വേണം, ലോക സംസ്കാരം വേണം, ലോക പൗരത്വം വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. പ്രാദേശികമായിട്ട് നിൽക്കാൻ നമുക്ക് എത്രത്തോളം കഴിയും? അവിടെയാണ് സുസ്ഥിരതയുള്ളത്. സുസ്ഥിരത എന്നുള്ളത് അനന്തമായ ഒരു വികാസത്തിന്റെ ആ വികാസ പട്ടികയിൽ നമ്മൾ എഴുതി ചേർത്തുള്ള ഒരു ചെറിയ ഫാഷൻ വാക്കല്ല. സുസ്ഥിര വികസനം എന്നുള്ള ഒരു വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ലോകബാങ്കിനെ പോലുള്ള ആളുകൾ ഉണ്ടാക്കിയ ഒരു ഗിമ്മിക്കാണ്. സുസ്ഥിരതയും വികസനവും ഒരുമിച്ച് പോകില്ല. സുസ്ഥിരത എന്ന് വെച്ചാൽ വളർച്ച എന്നുള്ളത് സംഭവിക്കും. ഏതൊരു ജീവിയും ജനിച്ചു കഴിഞ്ഞാൽ വളരും ഒരു പരിധിവരെ. സൈസ് റൈറ്റ്നെസ് എന്ന് പറയുന്ന ഒരു പരിധിവരെ വളരും. ആ വളർച്ച എത്തുമ്പോൾ അത് നിൽക്കും. നിന്നില്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ അത് നിൽക്കുന്ന ഏത് വ്യവസ്ഥയാണോ വ്യവസ്ഥയുടെ വഹനക്ഷമത അഥവാ ക്യാരിയിങ് കപ്പാസിറ്റി വരെ മാത്രമേ വളരുള്ളൂ. അതിനെ തകർക്കേണ്ടി വരും അതിനും അപ്പുറത്തേക്ക് വിപുലപ്പെട്ട് വളർന്നാൽ. അതുകൊണ്ട് ആ വളർച്ച എവിടെ നിൽക്കും. ഇതിനാണ് സൈസ് റൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഇത് ജീവിയുടെ ഒരു സ്വഭാവമാണ്.
അപ്പോ ഈ നമ്മുടെ ഒരു ഒരു വളർച്ച, നമ്മുടെ ഒരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിന് ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനും അപ്പുറത്തേക്ക് വളർത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് നഷ്ടമാകും. ഈ നിലനിൽപ്പ് എന്നുള്ളത് ഈ വളർച്ചാ പരിധിയിലാണ് ഒതുങ്ങുന്നത്. അതിനെയാണ് നമ്മൾ സുസ്ഥിരത എന്ന് പറയുന്നത്. അവിടെ സുസ്ഥിരതയെ നിലനിർത്തിക്കൊണ്ട് വളർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി നിയമങ്ങൾ പ്രകാരം തെറ്റായ ഒരു സമീപനമാണ്. അത് സാധ്യമല്ല, അത് സാധിക്കില്ല. അങ്ങനെ സുസ്ഥിര വികസനം എന്നുള്ള ഒരു ഗിമ്മിക്ക് നമ്മളെ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമ്മളെ വഴിമാറ്റി നമ്മുടെ പൂർവ്വം എന്താണോ, നമ്മുടെ അടിസ്ഥാനം എന്താണോ, ഇതിനെ മുഴുവൻ പറിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. ഈ വ്യവസ്ഥയെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഉപഭോഗ സംസ്കാരം. നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങളെയെല്ലാം സ്വീകരിച്ച് ഉപഭോഗം ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. എന്തിന്റെ മുകളിലും റൂൾ ചെയ്തു പോകുവാനുള്ള അവകാശം മനുഷ്യനുണ്ട് എന്നുള്ള ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ജീവിത വീക്ഷണം, ഇത് പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള സുസ്ഥിരതയുടെ നിയമങ്ങൾക്ക് എതിരാണ്. ഈ എതിരായി നിൽക്കുന്ന നിയമങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള, പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, കാർബണിൽ അധിഷ്ഠിതമായിട്ടുള്ള എണ്ണ ഉൽപാദനം നടക്കുന്നുണ്ട്. എണ്ണ കമ്പനികളെല്ലാം തന്നെ ചിലരുടെ കുത്തക ഉടമസ്ഥതയുടെ കീഴിലാണ്. അത് ലോകമെമ്പാടും വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്, എന്നാലേ അവർക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു എക്കണോമിക്കൽ സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഉൽപാദനം ഉണ്ടാകണം, അവിടെ എണ്ണ വേണം. കാരണം അവന്റെ എണ്ണ വിട്ടു പോകാനാണ് ഇവിടെ ഉൽപാദനം നടക്കേണ്ടത്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം. ഒരു കാര്യമില്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നു അമേരിക്കയിൽ. ഉരുളക്കിഴങ്ങ് തൊലിക്കാൻ നമ്മൾ യൂറോപ്പിലേക്ക് അയക്കുന്നു. തൊലിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും തൊലിച്ച സാധനത്തെ നമ്മൾ വീണ്ടും അമേരിക്കയിലേക്ക് അയക്കുന്നു. എന്തിനാണിത്? അവിടെ പ്രാദേശികമായി ചെയ്താൽ പോരെ? എന്തിനാണ് ഇത്ര വലിയ സംഭരണങ്ങൾ ഉണ്ടാവുന്നത്? നമ്മുടെ വിശപ്പിന് വേണ്ടിയാണെന്ന് നമ്മൾ മറുപടി പറയായിരിക്കും. ഇതും ഗമ്മിക്കാണ്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ എല്ലായിടത്തും ഉണ്ട്. നഗരങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നഗരം കെട്ടി ജീവിക്കാനല്ല പ്രകൃതി നമ്മളെ പഠിപ്പിച്ചത്. സ്വാഭാവികമായ രീതിയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ലാൻഡ് യൂസ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നഗരങ്ങളിലാണെങ്കിലും നമ്മൾ നിലനിൽക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യത പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്ര മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നത്, ഇത്ര ജീവജാലങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഉൽപാദനം ഉണ്ടല്ലോ, അത് തിന്നിട്ടാണല്ലോ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഒരുപാട് കൊണ്ട് കളയുന്നില്ലേ? എന്നിട്ടും നമ്മൾ ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കാതെ കടയിൽ സൂക്ഷിക്കുന്നില്ലേ? നമുക്ക് വേണ്ടതിനും എത്രയോ ഇരട്ടി, നമ്മുടെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ളതിന് എത്രയോ ഇരട്ടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപാദനം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഊഷ്മാവ് ഉയർത്തുന്നതാണ്, പ്രകൃതിയുടെ ആഘാതം ഉണ്ടാക്കുന്നതാണ്. ഈ ഉൽപാദന വ്യവസ്ഥയെ നമ്മൾ പോഷിപ്പിക്കുന്നത് കാർബൺ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയാണ്, അവരുടെ തൊഴിൽ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഇത് പറയുമ്പോൾ ഇതൊക്കെ ഈ പറയണതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചേക്കാം. അടുത്ത കാലാവസ്ഥാ ലോക്ക്ഡൌണുകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനൊരു മറുമരുന്നുണ്ടായേ പറ്റുമെന്ന്. അതുവരെ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് പരിശോധിക്കുക, നിങ്ങളുടെ ചുറ്റുപാടിനെ നിരീക്ഷിച്ചുകൊണ്ട് പരിശോധിക്കുക, നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റിവെച്ചിട്ട് പരിശോധിക്കുക, സാങ്കേതികമായി ശാസ്ത്രീയമായി പരിശോധിക്കുക. ശാസ്ത്രീയമായി പരിശോധിക്കുക എന്ന് വെച്ചാൽ ശാസ്ത്രത്തെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിശ്വാസികൾ, ശാസ്ത്രവിശ്വാസികൾ പറയുന്ന ശാസ്ത്രവും ഡേറ്റയും അല്ല പറയുന്നത്. സാങ്കേതികമായി ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് പഠിക്കുക, ഇതിന്റെ സമഗ്രതയെ പഠിക്കുക. സമഗ്രമായി സമീപിക്കുമ്പോഴാണ് നമുക്ക് അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായി നമ്മൾ ഉപഭോഗ സംസ്കാരത്തിനും അപ്പുറത്ത് ഗുണഭോക്താക്കളായി മാറുന്നൊരവസ്ഥ ഉണ്ടാവണം. നമ്മുടെ പ്രദേശത്ത് നിന്നും നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ കണ്ടെത്തി അവിടെ ഒതുങ്ങി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനെയാണ് മിനിമലിസം എന്ന് പറയുക. ലളിതമായ ജീവിതത്തിലേക്ക് പോകണം. ഈ ലളിതമായ ജീവിതം ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല. പകരം അത് ഒരു സമാജത്തിനാണ് കഴിയുക, ഒരു പ്രദേശത്തെ സമാജത്തിനാണ് കഴിയുക, അല്ലെങ്കിൽ ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് കഴിയുക. അങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് നമ്മൾ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയും. ലോകമെമ്പാടും 10,000-ലധികം സുസ്ഥിര ജീവന സമൂഹങ്ങളുണ്ട്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ IC.org, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ്.org എന്നുള്ള വെബ്സൈറ്റിൽ തേടിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ അവിടെ കിട്ടും. ഇതിനെ ഉപജീവിച്ചുകൊണ്ട് പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ജീവിത വീക്ഷണമാണ് നമുക്ക് വേണ്ടത്. പ്രകൃതി കേന്ദ്രിതമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതിരുന്നാൽ അധിക വർഷം മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഒട്ടേറെ പേർ, 10,000-ലധികം, ഞാൻ ഈ 10,000 എന്നുള്ള നമ്പർ പറഞ്ഞത് ഇപ്പൊ പറയുന്ന കാര്യത്തിലാണ്. നേരത്തെ പറഞ്ഞത് 10,000-ലധികം കമ്മ്യൂണിറ്റികളുണ്ട്. 10,000-ഓളം ഇക്കോ വില്ലേജുകൾ ലോകത്തുണ്ട്. പ്രകൃതി ഗ്രാമങ്ങൾ, പ്രകൃതി കേന്ദ്രം, മനുഷ്യ കേന്ദ്രിതമായി ജീവിക്കുന്നതിന് പകരം പ്രകൃതി കേന്ദ്രിതമായിട്ട് അവിടുത്തെ പ്രാദേശിക വിഭവങ്ങളെ ഉപജീവിച്ചുകൊണ്ട്, ഉപഭോഗം ചെയ്തുകൊണ്ടല്ല, അവയെ ഗുണഭോഗം ചെയ്തുകൊണ്ട്, അവയോട് ചേർന്നിണങ്ങി
അവയിൽ ആഘാതമുണ്ടാക്കാതെ, തന്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, തന്റെ ജീവിത വീക്ഷണം കൊണ്ട് മറ്റൊന്നിനും വിലയിടാതെ, മറ്റൊന്നിനും മൂല്യവൽക്കരണം നടത്താതെ, മറ്റൊന്നിനും മൂല്യം കൽപ്പിച്ച് മൂല്യം കൂട്ടി വിറ്റ് അതിൽ നിന്ന് ലാഭം പെയ്യുക എന്നുള്ള അവസ്ഥയ്ക്ക് പകരമായിട്ട് തന്റെ സുസ്ഥിര വികസനമല്ല, തന്റെ സുസ്ഥിരതയിൽ ഊന്നിക്കൊണ്ട് ശാന്തമായും സന്തോഷമായും സമാധാനമായും യുദ്ധമില്ലാതെ കലാപങ്ങളില്ലാതെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന വ്യവസ്ഥകളാണ് സുസ്ഥിര ജീവന സമൂഹങ്ങളാകുന്ന ഇക്കോ വില്ലേജുകൾ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇക്കോ വില്ലേജസ് ഗ്ലോബൽ ഇക്കോ വില്ലേജ് നെറ്റ്വർക്ക് എന്നുള്ള ആ ഒരു ഫ്രേസ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോ ഇത്തരത്തിലുള്ള ഇക്കോ വില്ലേജുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉള്ളൂ, 1-2 ഒക്കെയാണുള്ളത്. അത് മിക്കവാറും വിദേശികളാണ് നടത്തുന്നത്. കേരളത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് എന്നുള്ളത്. പക്ഷെ ഹൈക്കോ വില്ലേജ് ഒന്ന് ജീവിക്കാൻ പോലും ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്കിവിടെയുണ്ട്. കാരണം ഇതിന്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം, ഈ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൃത്രിമത്വം, നമ്മുടെ ജീവിതത്തിൽ കയറ്റി വെച്ച മായമാണ്, നമ്മുടെ വഴിതിരിവുകളാണ്. ഈ മായം നമ്മളെ കൊണ്ട് എത്തിച്ചത്, ഇതാണ് രോഗകാരണം. നമ്മളെ കൊണ്ട് എത്തിച്ച രോഗം എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരമാണ്. ആ ഉപഭോഗ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഉൽപാദന പ്രക്രിയകളും ഈ ഊർജ്ജോൽപാദനവും ഊഷ്മാവ് അധികരിക്കുന്ന ഒരവസ്ഥയും പാരിസ്ഥിതിക ആഘാതങ്ങളും എല്ലാം ഉണ്ടായത്. അതിന്റെ ഔട്ട്പുട്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ സ്വയം ബാലൻസിംഗിന്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടിലോ സഹസ്രാബ്ദത്തിലോ ഒരിക്കൽ സംഭവിക്കേണ്ടത് ഒരു കാര്യം നിരന്തരമായി സംഭവിക്കുന്ന ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ആയിട്ട് മാറുന്ന സമയത്ത് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഇതിൽ നിന്നും തിരിച്ചു പോവുക എന്നത് മാത്രമാണ്. അതല്ലാതെ ഇത് ആരെങ്കിലും ഗവൺമെന്റ് വന്ന് ശരിയാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ വന്ന് ശരിയാക്കും എന്ന് വിശ്വസിക്കലല്ല. മാറ്റം വരുത്തേണ്ടത് ഫണ്ടമെന്റലി നമുക്കകത്താണ്. ലോകത്തെ മാറ്റി എഴുതുന്ന ആ സൂത്രവാക്യം ഉണ്ടാക്കി വെച്ചവൻ അത് ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലാണ്, നമ്മുടെ തൊഴിൽ സംസ്കാരത്തിലാണ്, നമ്മുടെ ജീവിത കാഴ്ചപ്പാടിലാണ്. അവിടെ നിന്നുമാണ് നമുക്ക് വിടുതൽ വേണ്ടത്. അവിടെ നിന്നും തിരിച്ചു വരണമെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം. ഞാൻ എന്തെന്നറിയണം, ഞാൻ എന്ന പ്രകൃതി എന്തെന്നറിയണം, ഞാൻ ജീവിക്കുന്ന പ്രകൃതി എന്തെന്നറിയണം, പ്രകൃതിയുടെ ഘടന എന്തെന്നറിയണം, പ്രകൃതിയുടെ നിയമങ്ങളെ അറിയണം. ഒരുപക്ഷെ അറിയേണ്ടത് അതുമാത്രമാണ്, മറ്റൊന്നല്ല. റോക്കറ്റ് അവിടേക്ക് പോകേണ്ടതിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. പക്ഷെ എന്റെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അറിയണം. നമ്മൾ റോക്കറ്റ് സയൻസിനെ കുറിച്ചും ബഹിരാകാശത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പാഠപുസ്തകത്തിൽ പഠിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനൊരു പ്രശ്നം വന്നാൽ നമുക്കതെങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റും എന്ന കാര്യം നമ്മൾ പഠിക്കാറില്ല. നമ്മുടെ ഇക്കോണമിയെ നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിലനിർത്തേണ്ടത് നമ്മൾ പഠിക്കാറില്ല. ജെ സി കുമരപ്പയൊക്കെ മുൻപോട്ട് വെച്ചിട്ടുള്ള ദ ഇക്കോണമി ഓഫ് പെർമനൻസ് എന്നുള്ള ഒരു വീക്ഷണം തന്നെയുണ്ട്. ഇതൊന്നും നമ്മുടെ പാഠപുസ്തകത്തിൽ വരാറില്ല. നമ്മൾ പഠിക്കുന്നത് സായിപ്പിന്റെ ഇൻഡസ്ട്രി നിലനിർത്താൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ്. അതിനു പകരം നമ്മൾ പഠിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. വഴിമാറ്റത്തിന് നാളെയല്ല നമ്മൾ പ്രതിവിധിക്ക് അന്വേഷിക്കേണ്ടത്, ഇന്നാണ്, ഇപ്പോൾ മുതലാണ്, ഇവിടെയാണ്. അത് ഒറ്റയ്ക്ക് കഴിയില്ല, അതൊരു കൂട്ടമായിട്ട് കഴിയുള്ളൂ. അത്തരം ഒരു കൂട്ടത്തിന്റെ പേരാണ് സുസ്ഥിര ജീവന സമൂഹം എന്നുള്ളത്. അത്തരത്തിലൊരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിഹാരം. അല്ലാതെ നമുക്ക് പെർമനന്റ് ആയിട്ട് 25 കൊല്ലത്തേക്ക് ലോക്ക്ഡൌൺ എന്നൊക്കെ പറയാമെന്നല്ലാതെ നടക്കുന്ന കാര്യമല്ല. പകരം ആ ലോക്ക്ഡൌൺ അവർ നമുക്ക് പ്രഖ്യാപിച്ചതെന്ന് നമ്മൾ സ്വയം ജയിലിലാകേണ്ട അവസ്ഥയല്ല. നാം നമ്മുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രണം വരുത്തി നമ്മളിൽ കൊണ്ടുവരേണ്ടുന്ന സ്വയം ക്രമീകരണമാണ്. ആ സ്വയം ക്രമീകരണത്തിലേക്ക് വരികയല്ലാതെ ഈ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഇതിന്ന് ചെയ്തു തുടങ്ങിയാൽ ഒരു 40-50 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളെ തുടർന്നുണ്ടാകുന്ന തലമുറയുണ്ടല്ലോ, അവർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനായി എന്ന് വരും. അതല്ല എങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ മനുഷ്യ സമൂഹത്തെ, ജീവസമൂഹത്തെ പൂർണ്ണമായും കാർന്നു തിന്നു. അതിന് നിങ്ങൾ കാരണമാകേണ്ടതുണ്ടോ എന്നത് പരിശോധിക്കുക. നിങ്ങൾ ഇതിന് കാരണമാണെന്ന് മനസ്സിലാക്കിയാൽ ഇതിൽ നിന്നും തിരിച്ചു നടക്കാൻ തയ്യാറാണ്. ഞങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ കൈകോർത്താൽ മതി. ഞങ്ങൾ പറയുന്ന പാതയിൽ തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ തിരിഞ്ഞു നടക്കാൻ തയ്യാറായാൽ മതി. ഈ ഒരു തയ്യാറെടുപ്പിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ അവതരണം ഇവിടെ നിർത്തുന്നു. ഇനി ഇതിനെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങളിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അതുവഴി കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കയറാം. അതിനുശേഷം അഭിപ്രായങ്ങളും കൂടെ പറഞ്ഞവസാനിപ്പിച്ചിട്ടേ പോകാവൂ എന്നുള്ള ഒരു അപേക്ഷ കൂടെയുണ്ട്. അപ്പോ ഈ അവതരണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.